ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ പറഞ്ഞ ഡേറ്റിലൊന്നും എനിക്ക് ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എവറി സൺഡേസിലാണ് ഞാൻ ലോങ് ഫോർമാറ്റ് വീഡിയോസ് എനിക്ക് സൺഡേസിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് സൺഡേസിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പം ഞാനൊന്ന് എടുക്കുന്നത്. ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ആ ഗിവ് അവേ വിന്നറിനെ പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ 2 വിന്നേഴ്സിനെ എടുക്കുന്നതായിരുന്നു പറഞ്ഞത്. ഒന്ന് ലോങ് വീഡിയോന്നും ഒന്ന് ഷോർട്ട് വീഡിയോന്നും. അപ്പോൾ ഇന്ന് നമുക്ക് ലോങ് വീഡിയോത്തെ വിന്നർ ആരാന്ന് കാണാം. അതിന് മുന്നേ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഓൺലൈനിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുക. അതും നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പ്രൊഡക്ട്സ് നിങ്ങളുടെ ആ ലൊക്കേഷനിൽ അവൈലബിലിറ്റി ഉണ്ടോയെന്ന്, ഡെലിവറി അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ക്രൈ ത്രൂ ആണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്ന് കിട്ടും എന്നുള്ളത് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും 1 മന്തിനുള്ളിൽ തന്നെ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു മാസം കൊണ്ട് ഒരു 1K എങ്കിലും വ്യൂസ് കിട്ടുമെന്നാണ്. പക്ഷെ ഒരു 500+ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ കമൻസ് നോക്കുകയാണെങ്കിൽ ഒരു 300+ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് റിപ്പീറ്റഡ് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമൻറ്റ് പിക്കർ വഴി അത് ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എടുക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് കമൻസിൽ അങ്ങനത്തെ ആർക്കെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ റിപ്പീറ്റഡ് കമൻസ് മുഴുവൻ ഇരുന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം 160 കമൻസിൽ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തേക്കുന്നത്. അതും ഞാൻ ആഗ്രഹിക്കുന്നത് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇന്ന് വരെ എന്നെ ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യുന്ന, ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ഒരാൾക്ക് തന്നെ ഇത് കിട്ടട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ ഞാൻ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡേറ്റിൽ വന്നിട്ട് ചേച്ചി ഗിവ് അവേ ഗിവ് അവേ എന്തായി എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നെ അൺസബ്സ്ക്രൈബും ചെയ്ത് പോയിട്ടുണ്ട്. എനിക്കൊരു ഒരു 80 താഴെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഞാൻ ഈ ലോങ് ഫോർമാറ്റ് ഇട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതെല്ലാം ആദ്യത്തെ ഷോർട്സ് ഇട്ട് മുതൽ നോക്കുകയാണെങ്കിൽ ഒരു 225 കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും വിചാരിച്ചത്ര ഞാൻ കിട്ടിയിട്ടില്ല. അതുമല്ല, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരു മിനിമം ഒരു 1K കിട്ടുന്ന എൻ്റെ ഷോർട്സിന് തീരെ വ്യൂസ് ഇല്ല. 50, 60, 80, 100 ഒക്കെ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യം കൊണ്ട് ഞാൻ നല്ല ഫെഡപ്പായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ ഈ ചാനൽ നിർത്തണോ, ഇനി ഈ ഒരു ഗിവ് അവേയും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചാനൽ നിർത്താമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. എനിവേ നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് ഷോർട്സും കൂടെ ഇടും, കുറച്ച് വീഡിയോസും കൂടെ ഇടും. അതിലും ഇനിയൊരു പ്രോഗ്രസ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ ചാനൽ ഒഴിവാക്കി പോകുന്നതായിരിക്കും. കാരണം ഒന്നുമല്ല, ഞാനൊരു 3 വർഷത്തിലേറെ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ മാസം തന്നെ എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. നല്ല കാര്യങ്ങളും ഏതാണ്ട് നല്ല വാച്ച് അവറും കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്കയുടെ റിവ്യൂ എടുത്തിട്ട് നല്ല രീതിക്ക് അതിന് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റീച്ചായി തൊട്ടടുത്ത മാസവും അല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല ഛർദി, എന്താ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് വീഡിയോസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നെങ്കിലും ഞാൻ ഇനിയിപ്പോൾ നിർത്തി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷമായതിനു ശേഷം റീച്ച് നല്ല കുറവാണ്. നമ്മൾ എത്ര വീഡിയോസ് ഇട്ടാലും അതിന് എത്ര എഫേർട്ട് ഇട്ടാലും അത് വിചാരിച്ച ഒരു ഓഡിയൻസിലേക്ക് എത്തുന്നില്ല. പിന്നെ ഞാൻ ഈ ഗിവ് അവേ വെക്കാനുണ്ടായിരുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസിന് കമൻസ് വരുന്നത് അധികവും നോർത്ത് ഇന്ത്യൻസിനായിരുന്നു, ഹിന്ദി എന്നൊക്കെയായിരുന്നു കമൻറ്റ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മലയാളി ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഗിവ് അവേ വെച്ചത് തന്നെ. അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോ ഇട്ടപ്പം ഒരു റെസ്പോൺസും ഇല്ല, വളരെ കുറവായിരുന്നു. വിചാരിച്ച അത്രയൊന്നുമില്ല. എന്തായാലും ഞാനൊരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിന്നർ എന്തായാലും എന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ എന്നെ കോൺടാക്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി എനിക്ക് DM ചെയ്താൽ മതി. എനിക്ക് നിങ്ങളുടെ ലൊക്കേഷനും വേണം, ഫോൺ നമ്പറും വേണം. ലൊക്കേഷൻ അയക്കുമ്പോൾ പിൻകോഡ് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതിലും കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ല ഒന്നും പറയാൻ. ഞാൻ പിന്നെ വിചാരിച്ചു ഇനി വലുതായിട്ട് വലിച്ച് നീട്ടണ്ടല്ലോ. എനിവേ, വിന്നറിന് കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താലും മാത്രം പോരാ, ഇനിയുള്ള എൻ്റെ വീഡിയോസ് കാണാനും നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്ക് ഉപകാരത്തിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക. കാരണം ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും ആദ്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്കായിരിക്കും എത്തുക. അവരത് സ്ക്രോൾ ചെയ്ത് പോയാൽ അത് വേറെ ആളിലേക്ക് എത്തൂല.
അപ്പം എൻ്റെ വീഡിയോ സ്റ്റക്കായിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ താല്പര്യമില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഷോർട്സിൻ്റെ വിന്നറിന് ഞാൻ എന്തായാലും തൽക്കാലം എടുക്കുന്നില്ല. ഞാൻ മെൻഷൻ ചെയ്തല്ലോ, നമുക്ക് വ്യൂസ് വളരെ കുറവാണ്, റീച്ച് വളരെ കുറവാണ്, കോമൻറ്റ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് ദിവസം കൂടെ ഞാൻ നോക്കും. അതിലും വേറെ ഗ്രോത്ത് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും.